ഏകദേശം ഒരു 5 മാസം മുന്നേയായിരുന്നു കേട്ടോ എൻ്റെ ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാര്യം വൈകാതെ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. വീഡിയോ ഫുള്ള് കാണണം. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് മിനിസ്റ്ററിലോട്ടാണ്. എന്തിനാ? പഠിക്കാനാണോ? അല്ല. പഠിപ്പിക്കാനാണോ? അല്ല. പിന്നെ എന്തിനാ കുഞ്ഞെ നീ ഇങ്ങോട്ട് പോകണമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഹാളിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണിയാണ്. ഒഫീഷ്യലി ഞാൻ ഇവർക്ക് അധികം ക്ലാസ്സസ് ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് ക്ലാസ്സസ് എടുത്തിട്ടുള്ളൂ. എന്നാലും എൻ്റെ സ്റ്റുഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്റ്റാഫ് എന്ന നിലയ്ക്ക് നമ്മൾ കുറച്ച് ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ഗ്രാജുവേഷൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിപാടിയുടെ ഒരു 3 മണിക്കൂർ മുന്നേ നമ്മളെല്ലാവരും ഇവിടെ എത്തി. പിന്നെ ബലൂണ് വീർപ്പിക്കുക, കുറേ ഹാങ്ങിങ്സ് സെറ്റാക്കുക, ഗ്രാജുവേഷൻ്റെ ഡ്രസ്സ് കണ്ടോ, ബ്ലാക്ക് ഡ്രസ്സസ് അവിടെ ബാക്കിലിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒന്നേന്നേ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു ഈ കാര്യമൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഈ ക്യാപ്പിൻ്റെ ഉള്ളിൽ സ്വീറ്റ്സ് ആണ്, നല്ല വെറൈറ്റി ആയിട്ടില്ലേ. അങ്ങനെ ഓരോരോ വെറൈറ്റി സംഭവങ്ങളാണ് അവിടുത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരെയും പരിചയപ്പെടുത്താം. എനിക്ക് ശരിക്കും ഇവരൊക്കെ ആയിട്ടുള്ളൊരു കണക്ഷൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ വന്നത്. കാരണം ഞാനൊരു ഫുൾ ടൈം സ്റ്റാഫ് അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരെയും നമ്മൾ എപ്പോഴൊന്നും കാണാറില്ല, എപ്പോഴെങ്കിലൊക്കെ കാണാറില്ല. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാനൊന്നും കളയാറില്ല. ഞാൻ എന്ത് കിട്ടിയാലും ചാടിക്കറിയിട്ട് ഞാനുണ്ട് കൊണ്ട് എല്ലാത്തിനും ചാടിക്കറി പോവും. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ പുതിയ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ നല്ല രസമായിരുന്നു. ഇനി കുറച്ച് പേരുണ്ട്, പക്ഷെ എല്ലാവരെയും ഒന്നും വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കുറച്ചിങ്ങനെ കുറിച്ചാലേ ഒരു സമാധാനമുള്ളൂ. പിന്നെ ചന്ദനത്തിരിയുടെ സ്റ്റിക്ക് പോലെ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുറേ കാലം നോട്ടോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ കുറച്ചായിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ സ്റ്റുഡൻസ് ഒക്കെ വരും. 12 മണിക്കായിരുന്നു പരിപാടി. നമ്മളൊരു 9 മണിക്ക് വന്നിട്ടാണ് ഇതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി, കണ്ടോ പറന്നു പോകുന്നത്. ഞാനത് നൈട്രജൻ ബലൂണാണെന്ന് മറന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ചന്ദനത്തിരി സ്റ്റിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു നോർമൽ ചോക്ലേറ്റ് തന്നെ ഞാൻ കുറേ ആയിട്ട് ടേസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്തിട്ട് എല്ലാവർക്കും ഓഡിറ്റോറിയം എവിടെയാണെന്നുള്ള കാണിച്ചു കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ് കേട്ടോ. ആൾ നിറഞ്ഞു കഴിഞ്ഞൊരു കാര്യപരിപാടികളിലോട്ട് കിടക്കുക. പ്രസംഗം, സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുക, ഫോട്ടോസ് എടുക്കുക, ചിയർ ചെയ്യുക, എല്ലാവരും എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. പരിപാടി കഴിയണ വരെ എനിക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കൊരു സ്ഥലത്തോട്ട് പോകേണ്ടിയിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് കഴിയണ വരെ നിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് ഗ്രാജുവേഷൻ സെറിമണി അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. ഭാഗ്യമുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം വെറൈറ്റി എക്സ്പീരിയൻസും അനുഭവങ്ങളൊക്കെ ഞാൻ ഇനിയും ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ആകെ 5 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഗ്രാജുവേഷനൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വെറൈറ്റി ആണല്ലോ. അതുകൊണ്ടാണ് കേട്ടോ.